സൈഫ, മുകേഷിന്റെ ഈ കേസ് അത് പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പാർട്ടി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്, അല്ലേ? അത് പാർട്ടി അതിനകത്തൊരു ധാരണയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ പാർട്ടിയുടെ നേതാക്കന്മാരുമായി നമ്മൾ ഫോണിൽ സംസാരിച്ചിരുന്നു. അവർ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണുള്ളത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ MLA മന്ത്രിസ്ഥാനമൊക്കെ രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ ജനപ്രതിനിധി എന്ന നിലയിൽ MLA സ്ഥാനം രാജിവെക്കുന്ന ഒരു ചരിത്രം കേരളത്തിൽ ഇല്ല. അത് അതിന് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതെന്ന് നേരത്തെ ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ വിൻസെന്റിനെതിരെ സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഉയർന്നു വന്നിട്ടുണ്ട്. UDF ഭാഗമായിരിക്കുന്ന സമയത്ത് ജോസ് തെറ്റേലിനെതിരെ സമാനമായ രീതിയിലുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവരാരും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. അതുകൊണ്ട് ധാർമ്മികമായി രാജി ആവശ്യപ്പെടാനുള്ള അവകാശമില്ല എന്നാണ് CPM നേതൃത്വം പറയുന്നത്. പക്ഷേ മാറി അത് പഴയ കാര്യം പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഈ സ്ത്രീപക്ഷ ഇടതുപക്ഷ പുരോഗമന സർക്കാർ എന്നൊക്കെ പറയുന്ന സംവിധാനം അവർക്ക് വേണമെങ്കിൽ പാത വെട്ടിത്തെളിക്കാം എന്നുള്ളതേ ഉള്ളൂ. അതങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. വെക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് പാർട്ടി നേതൃത്വം ഉള്ളത്. ഒരു MLA സ്ഥാനം ഒരാളെ രാജിവെപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് പാർട്ടി നേതൃത്വം. പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ട് കേട്ടോ. വ്യത്യസ്തമായ അഭിപ്രായം കൊല്ലത്തെ പാർട്ടിക്ക് വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കൊല്ലത്തെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും കൊല്ലത്തെ പാർട്ടി നേതാക്കന്മാരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു വാദം എൽദോസ് കുന്നപ്പള്ളി വിൻസെന്റിന്റെ കാര്യം ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതില്ല. കാരണം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മുകേഷിനെതിരെ രണ്ടു തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ഈ വാദവും ആ വാദവും തമ്മിൽ ചേർന്ന് നിൽക്കുന്നതല്ല എന്നാണ് കൊല്ലത്തെ ചില നേതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായം കൊല്ലത്തെ പാർട്ടി നേതാക്കന്മാർക്കുണ്ട് എന്നുള്ളൊരു വസ്തുത കൂടി ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് അത് ചരിത്രം അങ്ങനെയാണ്. പുതിയ ചരിത്രം എന്നത് നമ്മൾ മാറ്റി എഴുതുമ്പോഴാണല്ലോ വീണ്ടും ചരിത്രമായി മാറുന്നത്. അങ്ങനെ ഒരു ചരിത്രം എഴുതാൻ പറ്റുന്ന അവസരമൊക്കെ CPM മുന്നിലുണ്ട്. അങ്ങനെ ഒരു പൊതുചരിത്രം CPM രചിക്കുമോ എന്നുള്ളത് നോക്കി കാത്തിരിക്കുന്നു. നിലവിലെ അവസ്ഥയിൽ ചരിത്രം ഒന്ന് രചിക്കാൻ വേണ്ടി ആരും ആലോചിക്കുന്നില്ല. അത് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല ആ നിലപാടിലാണ് LC പാർട്ടി നേതൃത്വം ഉള്ളത്.